G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ പട്ടണക്കാട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് പട്ടണക്കാട് മഹാദേവ ക്ഷേത്രം. കൊച്ചി രാജാക്കന്മാരുടെ കാലത്താവാം ക്ഷേത്ര നിർമ്മാണം നടന്നിരിക്കുന്നത്. കിഴക്ക് ദർശനമായി ദേശീയപാത 66 അഭിമുഖമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് ഐതിഹ്യമുള്ള ഈ ക്ഷേത്രം 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിനു ശേഷം ബ്രാഹ്മണ മേധാവിത്വം നിലനിൽക്കുന്ന കാലത്താവാം ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചു തുടങ്ങിയത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് ചേർത്തല താലൂക്കിലെ പല ക്ഷേത്രങ്ങൾക്കും അധികാര സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പട്ടണക്കാട് ക്ഷേത്രത്തിനും തമ്പ്രാക്കൾക്കും ബന്ധമുള്ളതായി കാണുന്നുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ഇവിടുത്തെ ശിവപെരുമാൾ കിരാതമൂർത്തിയായിട്ടാണ് വിരാജിക്കുന്നത്. പരശുരാമ പ്രതിഷ്ഠിതമെങ്കിലും ഇവിടെ ശിവലിംഗം സ്വയംഭൂവാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കേരളത്തിലെ ആദ്യകാല ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ ഈ ശിവക്ഷേത്രം പടിഞ്ഞാറൻ തീരത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നായി വിരാജിച്ചു പോരുന്നു. കൊച്ചി രാജാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്രം പുതുക്കി പണി തീർത്തത് എന്ന് വിശ്വസിക്കുന്നു. ദേശീയപാത 66 പടിഞ്ഞാറ് വശത്തായി കിഴക്ക് അഭിമുഖമായി ക്ഷേത്രം നിലകൊള്ളുന്നു. സമചതുരാകൃതിയിലുള്ള നാലമ്പലത്തിൽ ഇടത്തരം വലിപ്പമുള്ള ചതുര ശ്രീകോവിലിനുള്ളിലായി സ്വയംഭൂ ശിവലിംഗമാണ് പ്രതിഷ്ഠ. കിഴക്കു ദർശനം ശ്രീകോവിലിൻ്റെ മേൽക്കൂര പ്ലാവിൻ പലക കൊണ്ടും അതിനു മുകളിലായി ചെമ്പ് തകിടിനാൽ ഭംഗിയായി മേഞ്ഞിരിക്കുന്നു. കിഴക്കേ നാലമ്പലത്തിനു പുറത്ത് ആനക്കൊട്ടിലിൽ നിന്നാൽ ശ്രീകോവിലിൻ്റെ മുകളിലെ താഴികക്കുടം ദർശിക്കാം. ക്ഷേത്രേശനെ തൊഴുന്ന കൂട്ടത്തിൽ ഭക്തർ ചെമ്പിൽ തീർത്തിരിക്കുന്ന ഈ താഴികക്കുടവും ദർശിച്ച് പുണ്യമടയാറുണ്ട്. നാലമ്പലത്തിന് കിഴക്ക് വശത്തായി കൊടിമരത്തോട് ചേർന്ന് തന്നെ കേരളത്തനിമ ഒട്ടും ചോരാതെ തന്നെ വിശാലമായ ആനക്കൊട്ടിൽ പണിതീർത്തിട്ടുണ്ട്. കൂറ്റൻ വട്ടത്തൂണുകളാൽ മനോഹരമാണ് ഈ ആനക്കൊട്ടിൽ. ആനക്കൊട്ടിലും ഓടുമേഞ്ഞ് മനോഹരമാക്കിയിട്ടുണ്ട്. ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗരാജാവ്, നാഗയക്ഷി, അയ്യപ്പൻ, യക്ഷി തുടങ്ങിയവരാണ് ഉപദേവതകൾ. ശിവരാത്രിയെ തുടർന്ന് 8 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തിരുവുത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത്. കുംഭമാസത്തിലെ തിരുവോണം നാളിലാണ് കൊടിയേറ്റം. ഭരണി നാളിൽ ആറാട്ട് നടത്തുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.